ഗുഡ് ഈവനിങ്. ഞാൻ എറണാകുളത്ത് നിന്നും കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. ഇത് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് മൂന്നാം ദിവസം കണ്ട 4 കളികളെ കുറിച്ചുള്ള അവലോകനമാണ്. എൻ്റേതായിട്ടുള്ള രീതിയിൽ എല്ലാ ദിവസവും ചെയ്യണ പോലെ ഇന്നും ചെയ്യാം. എന്തുകൊണ്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുട്ബോളിനോടുള്ള ചെറുപ്പം മുതലേ ഉള്ള ഭ്രാന്ത്, അല്ലെങ്കിൽ ആ കായിക വിനോദത്തിനോടുള്ള ഒരു അതിരുകടന്ന ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇന്നലെ നടന്ന ആദ്യത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡും ഖത്തറും തമ്മിലായിരുന്നു. സ്വിറ്റ്സർലാൻഡ് നമുക്കറിയാവുന്ന പോലെ ഇതേവരെയുള്ള വേൾഡ് കപ്പുകളിൽ 3-4 കളികളെ അവർ മിസ് ഔട്ട് ആയിട്ടുള്ളൂ. എല്ലാ പ്രാവശ്യവും വേൾഡ് കപ്പ് കളിക്കുന്നതാണ്. അതിൽ ക്വാർട്ടർ ഫൈനൽ വരെയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് എത്തുന്നതാണ്. നോക്കൗട്ട് സ്റ്റേജിൽ ഉറപ്പായിട്ടും വരണതാണ്. ഖത്തറിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന വേൾഡ് കപ്പിൽ ആതിഥേയ രാജ്യം എന്നുള്ള രീതിയിൽ അവർ ക്വാളിഫൈ ആയിട്ട് കളിച്ചതാണ്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ റൗണ്ടൊക്കെ കളിച്ച് അതിൽ വിജയിച്ച് ആദ്യമായിട്ട് ക്വാളിഫൈ ആയിട്ട് ഇപ്രാവശ്യമാണ് വരണത്. അവരുടെ നാട്ടിൽ നടന്ന വേൾഡ് കപ്പിൽ അവർക്ക് ഒരു കളി പോലും ജയിക്കാൻ പറ്റിയിട്ടില്ല, ഒരു പോയിന്റ് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ സ്ഥിരമായിട്ട് കളിക്കുന്ന ക്വാർട്ടർ ഫൈനൽ വരെയൊക്കെ കളിക്കാൻ എല്ലാ പ്രാവശ്യവും നോക്കൗട്ടിലൊക്കെ വരാറുള്ള സ്വിറ്റ്സർലാൻഡിനെ 1-1 സമനിലയിൽ തളിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സ്വിറ്റ്സർലാൻഡിൻ്റെ കളി പരമദയനീയം എന്നേ പറയാൻ പറ്റുള്ളൂ. കളി കണ്ടതാണ്. കളി മുഴുവനും നിയന്ത്രിച്ചിരുന്നതും നന്നായിട്ട് കളിച്ചതും സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. എന്നാലും ഖത്തറിനെ പോലെയുള്ള ഒരു ടീമിന് അവർ 1-1 ഗോളടിച്ചിട്ട്, ഗോളൊന്നും അടിക്കാതെ ആണെങ്കിൽ വേറൊരു രീതിയിൽ ഫുള്ളി ഡിഫെൻഡീവ് ഗെയിം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അവസാന നിമിഷമാണെങ്കിലും തിരിച്ചൊരു ഗോളടിച്ച് സമനിലയിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖത്തറിന് അത് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാക്കും. അവർ നന്നായി കളിച്ചിട്ട് തന്നെയാണ് അങ്ങനെ കിട്ടിയത്. പക്ഷേ സ്വിറ്റ്സർലാൻഡിൻ്റെ കാര്യത്തിൽ അവർക്ക് സന്തോഷിക്കാൻ ഒരു വകയില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദയനീയമായ ഒരു റിസൾട്ടായിപ്പോയി. അത് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇനി ആ ഗ്രൂപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയും ബോസ്നിയയും തമ്മിലുള്ള കളിയും ഇതുപോലെ തന്നെ വളരെ വിരസമായ കളിയായിരുന്നു. അതും ഡ്രോയാണ്. ഇന്ന് നടന്നതിലും ഡ്രോയാണ്. അപ്പോൾ എല്ലാ ടീമും ഡ്രോയെ പിടിച്ചിട്ട് എല്ലാവരും ഓരോ പോയിന്റ് പിടിച്ചിട്ട് നിൽപ്പുണ്ട്. സാധാരണ രീതിയിൽ ആ ഗ്രൂപ്പിൽ സ്വിറ്റ്സർലാൻഡ് ഒരു സംശയമില്ലാതെ നോക്കൗട്ടിലോട്ട് ആ ഗ്രൂപ്പ് വിന്നറായിട്ട് വരേണ്ടതാണ്. അപ്പം ഇങ്ങനെ വന്ന സ്ഥിതിക്ക് കാനഡ ബോസ്നിയ കളീനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നല്ല സംഭവിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന വേൾഡ് കപ്പിൽ. അതുകൊണ്ട് കളി കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞ പക്ഷം ആദ്യത്തെ ഗ്രൂപ്പിലെ എല്ലാവരുടെയും കളി കണ്ടു കഴിഞ്ഞാൽ കളി ഏത് രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ കളിയിൽ കളിച്ച അതേപോലെ തന്നെ നിർബന്ധമായിട്ടും അടുത്ത കളികളിൽ കളിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ കൂടുതൽ ഓരോ ടീമുകളും അവരുടെ ശക്തി പുറത്തെടുത്ത് പൂർവാധികം കരുത്തോടെ മുന്നോട്ട് വരുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ലെങ്കിൽ ആ നിലയിൽ അവർ ശ്രമിക്കും എന്ന് വിശ്വസിക്കും. രണ്ടാമത്തെ കളി ബ്രസീൽ മൊറോക്കോ ആണ്. അത് പിന്നെ പറയാം, അതിൽ കുറച്ചധികം പറയാനുണ്ട്. മൂന്നാമത് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്ട്രേലിയ തുർക്കി രാവിലെ നടന്നതാണ്. അതിൽ തുർക്കിൻ്റെ പാവം പിടിച്ച തുർക്കി മുഴുവൻ കളിച്ചു. ഞാൻ മുഴുവൻ കളി കണ്ടതാണ്. രാവിലെ ആയിരുന്നല്ലോ. തുർക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്ട്രേലിയനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫിഫ റാങ്കിങ്ങിലും അല്ലാതെയും തന്നെ അവരെ കാലമൊക്കെ വളരെയധികം മുന്നിലാണ്.
ക്വാർട്ടർ ഫൈനൽ ഒക്കെ കളിക്കുന്ന ടീമാണ്. എല്ലാ പ്രാവശ്യവും നോക്കൗട്ടിൽ വരുന്നതാണ്. പക്ഷേ റിസൾട്ട് ആസ്ട്രേലിയ 2 ഗോളടിച്ചു, തുർക്കി 0, 2-0 തോറ്റു. അതായത് വളരെ ദയനീയമായി തോറ്റു എന്നാണ് നമുക്ക് ആ റിസൾട്ട് കാണുമ്പോൾ തോന്നണേ. കളി എല്ലാവരും കണ്ടതാണല്ലോ. ആ കളിയിൽ ഏറ്റവും കൂടുതൽ ഉടനീളം കളിച്ചത് തുർക്കിയാണ്. വളരെ കുറച്ച് സമയം മാത്രം ആസ്ട്രേലിയയുടെ കയ്യിൽ ഫുട്ബോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഏതാണ്ട് ഒരു യുദ്ധം നടക്കണ പോലെ ആയിരുന്നു. 90 മിനിറ്റ് കളിയിൽ 80 മിനിറ്റും തുർക്കി ആക്രമണം അയച്ചുവിട്ടിരിക്കണമായിരുന്നു. പക്ഷെ ഒരു ഗോൾ പോലും ഈ പറയണ പോലെ കയറ്റാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആസ്ട്രേലിയയുടെ ഡിഫൻസ് അവരെ സമ്മതിച്ചു കൊടുക്കണം. മാറ്റ്സ് ഓഫ് ടു ദം. ചൈനയുടെ വൻമുതൽ പോലെ ആയിരുന്നു അവരുടെ ഡിഫൻസ്. അത് ഈ 4 പേരൊന്നുമല്ല, മൊത്തം കളിക്കാരും ഡിഫൻഡായിരുന്നു ഇന്നത്തെ കളിയിൽ നടന്നത്. 1-2 ഷോട്ടാണ് പോസ്റ്റിലോട്ട് കയറിയത്. അത് വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് അവരുടെ ഗോൾ കീപ്പറായിട്ട് വരുന്ന ആ ഗോൾ കീപ്പർ വളരെ മനോഹരമായിട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതോടെ ടർക്കിയുടെ കട്ടയും പടം മടങ്ങി എന്നുള്ളതാണ്. അവർ അധ്വാനിച്ച് കളിച്ചിട്ട് കാര്യമില്ലല്ലോ, ഗോളടിക്കാതെ ഈ പറയുന്ന ഗെയിമിൽ ജയിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊരു അട്ടിമറി തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് കപ്പ് തുടങ്ങിയതിൽ ഏറ്റവും വലിയ അട്ടിമറിയാണ് ആസ്ട്രേലിയ തുർക്കിനെ 2-0 തോൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ അമേരിക്കയുണ്ട്, തുർക്കിയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, പരാഗ്വയുണ്ട്. പരാഗ്വ മത്സരം നമ്മൾ കണ്ടതാണ്. 4-1 അവർ ജയിച്ചു. ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഈ കളികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും വിചാരിച്ച തുർക്കി ഗ്രൂപ്പ് വിന്നേഴ്സായിട്ടും അമേരിക്ക 2ാം സ്ഥാനത്തും ചിലപ്പോൾ പരാഗ്വ 3ാം സ്ഥാനത്തുമായിട്ട് നോക്കൗട്ട് ശൈലി വരുമെന്നാണ്. മൊത്തം തകിടം മറിഞ്ഞു. ഓസ്ട്രേലിയ ഇനിയുള്ള ഏതെങ്കിലും ഒരു കളി ഡ്രോ ചെയ്താൽ പോലും അവർ ഉറപ്പായിട്ടും അടുത്ത നോക്കൗട്ട് സ്റ്റേജിലോട്ട് വരുമെന്ന് ഉറപ്പായി. പരാഗ്വ മിക്കവാറും പുറത്തോട്ട് പോകും. അതെന്തും ആയിക്കോട്ടെ, അടുത്ത കളികളിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു കളി ഉണ്ടായിരുന്നത് സ്കോട്ട്ലൻഡ് ഹെയ്ത്തി ആയിരുന്നു. അതും ഈ പറയണ പോലെ സ്കോട്ട്ലാൻഡ് ജയിച്ചു എങ്കിലും അത് 1-0 ജയിച്ചത്. അപ്പോൾ സ്കോട്ട്ലാൻഡിന് ഹെയ്ത്തി എന്ന് പറഞ്ഞൊരു ടീമിനെ 1-0 തോൽപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ എങ്കിൽ ഹെയ്ത്തി നന്നായിട്ട് കളിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്കോട്ട്ലാൻഡും ഹെയ്ത്തിയും തമ്മിലുള്ള ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഹെയ്ത്തിക്ക് ഒരു ഗോളിൽ തോറ്റു എന്ന് പറയുമ്പോൾ ഹെയ്ത്തി ഒരുവിധം നന്നായിട്ട് കളിച്ചു. കളി കണ്ടതാണ്. ഞാൻ സ്കോട്ട്ലാൻഡ് മോശം ആണ് എന്നല്ല പറയണത്. ഹെയ്ത്തിനെ പോലൊരു ടീമിന് വെറും ഒരു ഗോളിൽ വഴങ്ങി തോൽവി സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർ നന്നായി കളിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആ കളി അവർ നന്നായിട്ട് കളിച്ചതായിട്ട് തോന്നി. സ്കോട്ട്ലാൻഡിൻ്റെ പെർഫോമൻസ് അവരുടെ ഒരു പൊട്ടൻഷ്യലിൻ്റെ അത്രയും വന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും അവർക്ക് മുഴുവൻ പോയിൻ്റ് കിട്ടി. ഒരു ഗോൾ മതിയല്ല ജയിക്കാൻ. 10 ഗോൾ അടിച്ചു കഴിഞ്ഞാലും ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാലും 3 പോയിൻ്റ് കിട്ടും. അപ്പോൾ ആ കണക്കിലോട്ടല്ല ഞാൻ പറഞ്ഞത്. ഹെയ്ത്തി അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇനി അടുത്തത് ബ്രസീൽ മൊറോക്കോ. ഞാൻ വളരെ മെനക്കെട്ട് രാത്രി കുത്തിയിരുന്ന് നിർബന്ധമായിട്ടും കാണണമെന്ന് വിചാരിച്ച് കണ്ട ഒരു കളിയാണ്. ആദ്യം തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഈ പറയുന്ന പോലെ മൊറോക്കോവും ബ്രസീലും ടീം തമ്മിൽ ഏറ്റുമുട്ടാനേ പാടില്ല. ഫിഫയുടെ ഒരു നിയമവും ചരിത്രവും അനുസരിച്ചിട്ട് ആദ്യത്തെ 10 ഫിഫ റാങ്കിങ്ങിലുള്ള ടീമുകളൊന്നും ഗ്രൂപ്പ് സ്റ്റേജിൽ തമ്മിൽ ഏറ്റുമുട്ടാറില്ല. ഇതുവരെയുള്ള വേൾഡ് കപ്പ് മുഴുവൻ 8 ഗ്രൂപ്പായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നാച്ചുറലി 8 ഗ്രൂപ്പിലും ആദ്യത്തെ 8 ഗ്രൂപ്പിൽ 8 റാങ്കുകൾ വരുന്നവരെ ഡിഫറെൻ്റ് ഗ്രൂപ്പ് ഇട്ടിട്ട് അവർ തമ്മിൽ ഒരിക്കലും കളിപ്പിക്കത്തില്ല. ഇപ്രാവശ്യം എന്തുകൊണ്ട് മൊറോക്കോയും ബ്രസീലും ഒരു ഗ്രൂപ്പിൽ വന്നെന്ന് എനിക്ക് ഏതൊക്കെ രീതിയിൽ ചിന്തിട്ടും മനസ്സിലാകാനില്ല. എൻ്റെ അറിവിൽ ബ്രസീൽ ഫിഫ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തും
മൊറോക്കോ 7ാം സ്ഥാനത്തുമാണ്. അപ്പോൾ 6ാം സ്ഥാനത്തും 7ാം സ്ഥാനത്തും ഉള്ള ടീമുകൾ വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ, ഫിഫ നടത്തുന്ന വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ തമ്മിൽ ഏറ്റുമുട്ട പാടില്ലായിരുന്നു. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അത് തെറ്റാണ്. അതെന്തും ആയിക്കോട്ടെ. ഇനി കളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും 1-1 ഡ്രോ പിടിച്ചു എന്ന് റിസൾട്ട് കണ്ടാൽ മനസ്സിലാവും. ബ്രസീൽ ഒരു ഗോള്, മൊറോക്കോ ഒരു ഗോള്, കളി ഡ്രോ ആയി. 6-7 സ്ഥാനക്കാർ കളിക്കുമ്പോൾ അതൊക്കെ സ്വതവേ നോർമലായിട്ട് തോന്നാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനൊരു ബ്രസീൽ ആരാധകനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ് ബ്രസീലിന് പന്തേ കിട്ടിയിട്ടില്ല. അതായത് മൊറോക്കോ ഓൾമോസ്റ്റ് ഒരു 20-25 മിനിറ്റ് ബ്രസീലിന് ടോട്ടലി വെള്ളം കുടിപ്പിച്ച, അല്ലെങ്കിൽ പന്തേ കിട്ടിയിട്ടില്ല. മൊറോക്കോ ഔട്ട് പ്ലേഡ് ബ്രസീൽ. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത് സാധാരണ ഫുട്ബോൾ പ്രേമികൾ, ഫുട്ബോൾ ആരാധകർ ഇഷ്ടപ്പെടത്തില്ല. പ്രത്യേകിച്ച് ബ്രസീലിനെ നെഞ്ചിലേറ്റുന്ന ആൾക്കാർക്ക് അത് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കളി കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നത് സപ്പോർട്ടേഴ്സ് മുഴുവനും ബ്രസീലിൻ്റെ ആയിരുന്നു. മൊറോക്കോക്കാരില്ലായിരുന്നെന്നല്ല പറയണം, പക്ഷേ മെജോറിറ്റി അവരായിരുന്നു. അവരുടെയൊക്കെ മുഖം കാണണമായിരുന്നു. കളി കാണുമ്പോൾ നമുക്ക് ഗാലറിയൊക്കെ കാണിക്കുമ്പോൾ കാണാമല്ലോ. ഇതല്ല ബ്രസീൽ ടീം. ബ്രസീലിൻ്റെ കളിയും ഇതല്ല. ലോകത്തിൽ, മൊത്തം ലോകത്തിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് രാജ്യം നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞാൽ ബ്രസീലിൻ്റെ നാഷണൽ ഫുട്ബോൾ ടീമാണ്. അത് അവിടുത്തെ കളിക്കാരുടെ ഭംഗി കൊണ്ടോ ഒന്നുമില്ല, അവരുടെ കളിയുടെ ആ ശൈലിയാണ്. സാമ്പ നൃത്തത്തിൻ്റെ ചുവടിൽ പിന്നെ ഒരു റിതമുണ്ട് അവരുടെ കളിയിൽ. അതാണ് അവരുടെ കളി. അതാണ് അവരെ വേറിട്ട് നിർത്തുന്നതും ലോകത്തുള്ള എല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്നതും അവരുടെ ആരാധകരാകുന്നതും അവരെ നെഞ്ചിലേറ്റുന്നതും. പെലെ മുതൽ ഇവർക്കൊക്കെ ഭംഗിയുണ്ടായിട്ടാണ് അല്ല. അവർക്കിടെ കാലിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ മാന്ത്രികന്മാരെ പോലെയാണ് അവർ. അത് ഒട്ടിയിരുന്ന് അവരെ കളം മുഴുവനും നിറഞ്ഞോടും. ബ്രസീൽ ഏതെങ്കിലും ടീമിനെതിരെ കളിക്കുന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ആദ്യത്തെ 10-15 മിനിറ്റ് ഓപ്പണിംഗ് ടീമിന് പന്തേ കിട്ടത്തില്ല. അവിടെയാണ് ഇന്ന് ആദ്യത്തെ ഒരു അരമണിക്കൂർ നേരം ബ്രസീലിന് പന്ത് കിട്ടണുണ്ടായിരുന്നില്ല. രണ്ടുപേരും യൂണിഫോം അങ്ങോട്ടും മാറിയിട്ട് വന്നതാണെന്ന് വരെ തോന്നി. ഇതല്ല ഫുട്ബോള്. ഫുട്ബോൾ എന്നല്ല, ബ്രസീലിൻ്റെ ഫുട്ബോൾ ഇതല്ല. ബ്രസീലിനെ ഇഷ്ടപ്പെടുന്ന, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർ അവരിന്ന് പ്രതീക്ഷിക്കുന്നതും അതല്ല. അവരുടെ കളി അവർ മറന്നു. നാച്ചുറലായിട്ടുള്ള ഗിഫ്റ്റഡ് പ്ലെയേഴ്സാണ് ബ്രസീലിലുള്ളത്. അവരുടെ സംസ്കാരത്തിലുണ്ട്. ബ്രസീലിലെ ഓരോ കുഞ്ഞു കുട്ടികളുടെ മുതൽ സംസ്കാരത്തിൽ ഈ പറയുന്ന ഫുട്ബോളുണ്ട്. ചെറുപ്പത്തിൽ എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ മുതൽ അവർ ഈ പറയുന്ന പോലെ 2-3 വയസ്സാകുമ്പോൾ മുതൽ പന്ത് തട്ടി കളിക്കുന്നതാണ്. അതിൻ്റേതായിട്ടുള്ള മറ്റുള്ള രാജ്യക്കാർക്ക് ഇല്ലാത്ത രീതിയിലുള്ള സ്കിൽസും എല്ലാം കാണും. അതൊക്കെ നമ്മൾ ഈ റൊണാൾഡീനോയിലും നെയ്മറിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. പെലെ മുതൽ സീക്കോ മുതൽ സോക്രട്ടീസ്, എന്തോരം ആൾക്കാരുണ്ട്. റൊണാൾഡോ, റൊണാൾഡീനോ, റിവാൾഡോ, റൊമാരിയോ, ബെബറ്റോ. അത് ഏത് കാലഘട്ടത്തിലും ഏത് വർഷത്തിലും ബ്രസീലിൻ്റെ ടീം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ അവിടെയുള്ള എല്ലാ പ്ലേയേഴ്സിനും നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രസീലിൽ ആരാണ് മിഡ്ഫീൽഡർ എന്ന് ഞാൻ കണ്ടില്ല. മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞൊരു സാധനത്തിന് അവിടെ ഇല്ല. ബോൾ പൊസിഷനിങ് എന്തൊരു ഗതികേടായിരുന്നു ആദ്യത്തെ 30 മിനിറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരുടെ കാലിൽ പന്തേ കിട്ടുന്നില്ല. കിട്ടണ പന്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പൊസിഷൻ ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ കൃത്യമായിട്ട് പാസ് ചെയ്യാനോ പറ്റുന്നില്ല. കയ്യിൽ കിട്ടുന്ന പന്തൊക്കെ വെറുതെ മിസ് പാസ്സായിട്ട് പോകണമായിരുന്നു.
അങ്ങനെ ഒരു കളി ബ്രസീലിൽ നിന്ന് പ്രതീക്ഷിക്കണേ ഇല്ല. ഏത് കൊലക്കൊമ്പൻ അവിടുത്തെ കോച്ചായിട്ട് വന്നു കഴിഞ്ഞാലും അതല്ല ബ്രസീൽ. അയാൾ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ബ്രസീലിൻ്റെ നാച്ചുറൽ ഫുട്ബോള് കൊലപാതകം ചെയ്തിട്ട് അയാൾക്ക് ഒരു ടൂർണമെൻറ്റും ജയിക്കാൻ പറ്റത്തില്ല. അവരുടെ കളിയും അവരുടെ ശൈലിയും അവരുടെ സ്കില്ലും ഗിഫ്റ്റഡാണ് അവർ. അത് മാറി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസീലല്ലാതാവും. അവിടെ ബ്രസീൽ ടീമിൻ്റെ മിഡ്ഫീൽഡർ ആരാണെന്ന് എനിക്കിതേവരെ പിടികിട്ടിയിട്ടില്ല. മിഡ്ഫീൽഡർ എന്നും പറഞ്ഞ് ടീമിൽ ഇറക്കിയിരുന്ന വെച്ചാൽ കസിമേരെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ എടുത്ത് പള്ളേ കളഞ്ഞു. പിന്നെ ബ്രസീലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വിങ് ബാക്സ് ഉണ്ടാവും. ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന പോലെ കാഫു, റോബർട്ടോ കാർലോസ്, മാർസലോ, അങ്ങനെ ഒത്തിരി. ഇത്രയും പേരൊക്കെ എല്ലാവരും അറിയും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പേരുടെ പേര് പറഞ്ഞത്. അവർക്ക് റീപ്ലേസ്മെൻ്റ് ഇല്ല. നെയ്മർ പരിക്ക് പറ്റിയിരിക്കണം. അയാളൊരു പ്ലേ മേക്കറാണ്. അയാളൊന്നും ഒരു സ്ട്രൈക്കറാണെന്ന് ഞാൻ പറയത്തില്ല. റൊണാൾഡീനോ പ്ലേ മേക്കറാണ്. ഡുങ്ക ഉണ്ടായിരുന്നു, ഒരു ക്യാപ്റ്റനായിരുന്നു അവരുടെ വേൾഡ് കപ്പ് ടീമിൻ്റെ. അയാളൊക്കെ നല്ലൊരു മിഡ്ഫീൽഡറാണ്. കാക്ക, സോക്രട്ടീസ്, സീക്കോ, അങ്ങനെ എന്താ പറയുക, ഏത് വർഷത്തെ ഏത് ബ്രസീൽ ടീം എടുത്തു കഴിഞ്ഞാലും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്കിൽഫുള്ളായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് അവിടെ ഉണ്ട്. അവരുടെ കളിയിൽ ബ്രസീലായിരിക്കും ആ മാച്ച് തന്നെ കൺട്രോൾ ചെയ്യണത്. ഏത് വേൾഡ് കപ്പ് എടുത്ത് നോക്കിക്കൂ, 82 ആയാലും 86 ആയാലും ഇതൊക്കെ തോറ്റതാണ്. അവർ തോറ്റത് മോശമായിട്ട് കളിച്ചത് കൊണ്ടല്ല. ആ തോറ്റ ദിവസത്തെ അന്നത്തെ അവരുടെ ചെറിയ മിസ്റ്റേക്ക് യൂട്ടിലൈസ് ചെയ്ത് ഓപ്പണൻറ്റ് ടീം ജയിക്കണതാണ്. 82 വേൾഡ് കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണ, പൗളോ റോസി അയാൾ ടീമിലെ തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അതും ഫസ്റ്റ് 11 കളിപ്പിച്ചിട്ടേ ഇല്ല. ഇറ്റലി ജയിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. ആ സമയത്ത് ഏറ്റവും ഫേവറേറ്റ് ടീം സീക്കോ, സോക്രട്ടീസ് ക്യാപ്റ്റനായ സീക്കോൻ്റെ ബ്രസീലായിരുന്നു. അവരെങ്ങനെ തോറ്റെന്ന് ചരിത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 86 അതുപോലെ തന്നെ സംഭവിച്ച്. ബ്രസീലിൻ്റെതായിട്ടുള്ള കളിയേ പറ്റത്തുള്ളൂ. യൂറോപ്യൻ ശൈലിയൊന്നും അവർക്ക് ചേരത്തേ ഇല്ല. യൂറോപ്യൻ ശൈലി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ ഹൈറ്റ്, വെയിറ്റ്, അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്ത് അതൊന്നും ബ്രസീലിലെ കളിക്കാർക്കില്ല. നിങ്ങളൊന്ന് നോക്ക്, പെലെ എടുത്താലും ഗരീഞ്ച എടുത്തു കഴിഞ്ഞാലും സീക്കോ എടുത്തു കഴിഞ്ഞാലും റൊമാരിയോ എടുത്താലും ബെബറ്റോ എടുത്താലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരുടെ ഫിസിക്കും വെച്ച് വളരെ പൊക്കം കുറഞ്ഞ ആൾക്കാരാണ്. അവർ യൂറോപ്യൻ ശൈലിയിൽ കളിച്ചിട്ട് ഒരു കാര്യമില്ല. അതിപ്പോൾ ഈ പറയുന്ന റിവാൾഡോ, റൊണാൾഡോ, റൊമാരിയോ, പിന്നീട് വന്ന കാക്ക, നെയ്മർ, ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ തീർന്നു അവർ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഈ ബ്രസീൽ ടീമിലെ എല്ലാവരും യൂറോപ്യൻ ക്ലബ്ബുകളിലാണ് കളിക്കണത്. അതിപ്പോൾ സ്പെയിനിലെ ലീഗായാലും ഇംഗ്ലണ്ടിലെ ലീഗായാലും ഇറ്റലിയൻ ലീഗായാലും ഈ പറയണ ജർമ്മനിയിലെ ലീഗായാലും അവിടെയൊക്കെ ഇപ്പോൾ ടീമിലുള്ള ബ്രസീൽ ടീമിലുള്ള എല്ലാവരും തന്നെ ഈ പറയുന്ന എല്ലാ ലീഗിലും വളരെ എന്താ പറയുക കഴിവ് തെളിയിച്ച ടോപ്പ് പ്ലെയേഴ്സാണ്. അവരുടെ കഴിവ് കൊണ്ട് ആ ക്ലബ്ബുകൾ ജയിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും കൂടി തിരിച്ച് ബ്രസീലിൽ വന്ന് ബ്രസീലിൻ്റെ ജേഴ്സി എറിഞ്ഞ് ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോഴത്തേക്കും അവരവരുടെ കളി മറന്നു പോണേ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോൾ ആ പണി ഏറ്റെടുത്തിരിക്കുന്ന കോച്ചിനുണ്ടാന്ന് എനിക്കറിയില്ല. അയാൾ കളിപ്പിച്ച ക്ലബ്ബുകളുടെ ശൈലിയിൽ ബ്രസീലിലെ പ്ലെയേഴ്സിനെ കളിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ബ്രസീലല്ലാതാവും. ബ്രസീൽ എന്താ പറയുക വളരെ ദുരന്തമായിട്ട് മാറും. അയാൾ എന്തുകൊണ്ട് കളിക്കാർക്ക് ചാൻസ് കൊടുക്കുന്നില്ല? 2 പിള്ളേരുണ്ട് അതിൻ്റെ അകത്ത്, എൻട്രിക്ക് ഉണ്ട്, അവർക്കൊന്നും ചാൻസേ കൊടുത്തില്ല. പ്രതീക്ഷിക്കാത്ത പലർക്കും ചാൻസ് കൊടുത്തു. എനിക്കറിയില്ല ഈ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസീൽ അവിടെ ചെന്നെത്തും.
നമ്മൾ രാത്രി ഉറക്കമൊളിച്ച് കുത്തിയിരുന്ന് കളി കാണുമ്പോൾ നമുക്കിഷ്ടപ്പെടുന്ന ടീം ഇങ്ങനെയൊക്കെ കളിക്കണ കാണുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം വരും. അതാണ് ഞാൻ ഈ പറയണത്. ഇപ്പം ഈ സമയത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അർജൻറ്റീന കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യത്തെ കളിയിൽ സൗദി അറേബ്യയായിട്ട് തോറ്റതാണ്. ആ തോൽവി അവരെ പാഠം പഠിപ്പിച്ചു. വളരെ ശക്തമായി തിരിച്ചു വന്ന് കപ്പും കൊണ്ട് അവരവിടെ നിന്ന് പോയത്. അത് അർജൻറ്റീനക്കല്ല ഏത് ടീമിനും പറ്റും. പക്ഷേ നിലവിൽ ഈ രീതിയിൽ ബ്രസീൽ പോകണമെങ്കിൽ അത് പറ്റുമെന്ന് സംശയമില്ല. അവരിരുന്ന് ചിന്തിച്ച് എനിക്കറിയില്ല ഇനി എന്താ ചെയ്യാൻ പോണെന്ന്. നല്ല കഴിവുള്ള കുറേ കളിക്കാരുണ്ട്. ആ കളിക്കാരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, പിന്നെ അവരുടെ ബേസിക് ഫുട്ബോൾ, അവരുടെ ആ കൾച്ചർ, അവർ ശരിക്കും ഫുട്ബോൾ ഗ്രൗണ്ടിൽ വന്ന് സാമ്പാ നൃത്തം ചെയ്യണം. ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആൾക്കാർ കഷ്ടത്തിൽ തോറ്റെന്നാലും സങ്കടം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ബ്രസീൽ ഇങ്ങനെ കളിക്കണം. ഈ ഒരു വിനീഷ്യസ് ജൂനിയർ ഒരു ഗോൾ അടിച്ചു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞ സമനിലയായത്. അയാൾക്കൊരു 30 സെക്കൻഡ് ബോൾ കിട്ടി. അയാളുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെ കെയർ ഓഫിൽ നല്ല ഒരു അടിപൊളി ഗോൾ അടിച്ചു. അതുകൊണ്ട് ഡ്രോ എങ്കിലും കിട്ടി, അല്ലെങ്കിൽ തോറ്റാനെ. ഈ പറയുന്ന വിനീഷ്യസും ഒക്കെ ഈ പറയുന്ന ഗ്രൗണ്ടിൽ മുഴുവൻ 90 മിനിറ്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണമായിരുന്നു. അയാൾക്ക് പന്ത് കിട്ടേണ്ട കയ്യിലേ. അവസാന ഘട്ടത്തിലായി കഴിഞ്ഞാൽ പുള്ളി വരെ മിസ് പാസ്സൊക്കെ കൊടുക്കണ ഞാൻ കണ്ടു. അതൊന്നും ഒരിക്കലും ഉണ്ടാകാറില്ല. ബ്രസീലിൻ്റെ ബേസിക് കളിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ബ്രസീലിന് ഒരു കളിയും ജയിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഉള്ള കയ്യിലുള്ള ഇത്ര 25 പേരില്ലേ, അവരിന്ന് കഴിവുള്ളവരെ കണ്ട് അവർക്ക് പൊസിഷൻ പറഞ്ഞു കൊടുത്ത് മര്യാദക്ക് കളിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട്. അല്ലെ ചുമ്മാ എങ്ങനെയെങ്കിലുമൊക്കെ ക്വാളിഫൈ ആയിട്ട് നോക്കൗട്ടിൽ വന്ന് അല്ലെങ്കിൽ പ്രീ ക്വാർട്ടറിൽ വന്ന് ഏതെങ്കിലും ഒരു നല്ല ടീമിൻ്റെ മുമ്പിൽ തോറ്റ് പണ്ടാറടങ്ങി വീട്ടിൽ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ കളി കാണുമ്പോഴും നമ്മൾ പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായിട്ടുള്ളൊരു റിസൾട്ട് വരുമ്പോൾ നാച്ചുറലി ഫുട്ബോൾ, ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഫുട്ബോൾ ഈസ് ഗെറ്റിംഗ് ഇൻട്രസ്റ്റിംഗ്. അട്ടിമറികളും അപ്രതീക്ഷിതമായ റിസൾട്ടുകളും ഒക്കെ കാണുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് കളി കാണാൻ തോന്നുന്നുണ്ട്. അതുപോലെ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അതൊക്കെ തുറന്നു പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും വിടുന്നത്. ഓക്കെ, ഇനി അടുത്ത കളികൾ കണ്ടിട്ട് വരാം. പക്ഷേ ഇപ്പം നടക്കുന്ന ഷെഡ്യൂൾഡ് കേരളത്തിലിരിക്കണം നമുക്ക് കളി കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ രാത്രി ഒരു 10:30 മണി മുതൽ കളി തുടങ്ങി ഒരു 4 കളി, രാവിലെ 9-9:30 വരെ. നമ്മുടെ ഉറക്കവും നമ്മുടെ ലൈഫ് സ്റ്റൈലും എല്ലാം മാറും. ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇടുന്നതാണ്. രാത്രി മുഴുവൻ ഇരുന്ന് കളി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച ആയത് കാരണം വേറെ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കാരണം കിടന്നുറങ്ങി വൈകുന്നേരം ആയപ്പോൾ എടുത്തിട്ട് റീലിടണതാണ്. അപ്പോൾ കളിനോടുള്ള ആക്രാന്തി കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് നമ്മൾ രാത്രി ഉറക്കമൊണിച്ച് കാണുന്നതാണ്. 1986 മെക്സിക്കോയിൽ വേൾഡ് കപ്പ് നടന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. സ്ഥലം സെയിമാണ്, നട്ടപ്പാതിരാക്കിയിരുന്ന് കളി കണ്ടതാണ്. പക്ഷേ ആ സമയം ഞാൻ കോളേജിൽ പഠിക്കുന്നതാണ്. അപ്പോൾ കൂടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്പിരിറ്റും നമ്മുടെ ഏജും ഒക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. ഇപ്പോൾ എൻ്റെ പ്രായം മാറി. ഇപ്പോൾ 86 എനിക്കുണ്ടായിരുന്നതിനേക്കാളും മൂത്ത മകനാണ് എനിക്കുള്ളത്. അവനാണ് എൻ്റെ കൂടെ ഇരുന്ന് കളി കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. എന്നാലും നമുക്ക് ഈ ജീവനുള്ളിടത്തോളം കാലം ഫുട്ബോൾ അത് നമ്മുടെ ഭ്രാന്താണ്. അത് കണ്ടുകൊണ്ടിരിക്കും. അത് നിങ്ങളോട് ഷെയറും ചെയ്യും. നല്ല നമസ്കാരം. താങ്ക് യു. ഗുഡ് ഡേ.